അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 9, 10, 11, 12 വാക്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. എന്നാൽ ഷീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാനെന്ന് പറഞ്ഞു ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹദി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞു ആപാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും ക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഷീമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നാം ഇന്ന് രാത്രിയിൽ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ അധ്യായത്തിൻ്റെ മറ്റു ചില വാക്കുകൾ പ്രസംഗിക്കുകയും അതിനെ ചിന്തിക്കുകയും ചെയ്തതാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ എന്തുകൊണ്ടും വിശ്വസിക്കുന്നു ഈ രാത്രി ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സഭയ്ക്കകത്ത് നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോട് പറ, ദേശത്ത് ചില അടയാളങ്ങൾ നടക്കും, ചില കുടുംബങ്ങളിൽ ചില അടയാളങ്ങൾ നടക്കും, സഭയ്ക്കകത്ത് ചില അടയാളങ്ങൾ നടക്കും. നീ എവിടെ പോയാലും അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നെ പിന്തുടരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവവൈതലിനെ നോക്കി ആത്മാവ് ശക്തിയോടെ പറയുന്നു, നീ ഏത് സ്റ്റേജിൽ ചെന്നാലോ ഏത് ഡ്രൈ ആയിട്ടുള്ള മേഖലയിൽ ചെന്നാലോ അവിടെയും നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ചില അത്ഭുതങ്ങളെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനായി വീര്യപ്രവൃത്തികളെ വെളിപ്പെടുത്തേണ്ടതിനായി അവന്റെ ശക്തിയേറിയ വചനം നിന്റെ ഒപ്പം അയക്കേണ്ടതിനായി ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ സ്തെഫാനോസിന്റെ മരണശേഷം മേശമേൽ ശുശ്രൂഷയ്ക്ക് വിളിയുള്ള തന്നെ ശുശ്രൂഷകൾ മേശമേൽ നിന്നും ശമരിയയുടെ മണ്ണിലേക്ക് താൻ ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ പറയാം, നമ്മുടെ ശുശ്രൂഷകൾ സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഞാൻ പറയാം, കഴിഞ്ഞ വർഷം ഞാൻ ശുശ്രൂഷിച്ചതുപോലെയല്ല ഈ വർഷം ശുശ്രൂഷിക്കുന്നത്, ഈ വർഷം ശുശ്രൂഷിക്കുന്നത് പോലെയല്ല അടുത്ത വർഷം ശുശ്രൂഷിക്കുന്നത്. ഞാൻ അഭിഷേകത്തോടെ പറയാം, രാജ്യാന്തരങ്ങളായി ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, സാഹചര്യങ്ങളൊക്കെ മാറാൻ പോകുക, സാധ്യതകളൊക്കെ മാറാൻ പോകുക. ഞാൻ ഇന്ന് പകൽക്കാലം അഭിഷേകത്തോടെ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ പ്രവചിക്കാൻ തയ്യാറുന്നു. നമ്മുടെ സാഹചര്യങ്ങളെ സാധ്യതകളെ മാറ്റുന്ന ശക്തിയേറിയ വചനം നമ്മോട് കൂടെ കൊണ്ട് ആ വചനത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഫിലിപ്പോസ് ശമരിയയിലേക്ക് ചെല്ലുകയാണ്. ശമരിയക്കകത്ത് താൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടാകുകയാണ്. സന്തോഷമുണ്ടാകാൻ ഉള്ള ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നു. സ്തോത്രം. അതിൻ്റെ വാക്യത്തിൽ പറയുന്നു, ചിതറിപ്പോയ വചനം സുവിശേഷിക്കുന്നു, അവിടെവിടങ്ങളിൽ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളും പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവർ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷാഘാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. സ്തോത്ര. ഒന്നാമത്തെ സ്റ്റേജാണ് തൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. സ്തോത്ര. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ച് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത് കാണാം. സ്തോത്ര. നിങ്ങൾ ക്രിസ്തുവിനെ പറയാൻ തുടങ്ങിക്കുക, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ഒരു മേഖലകളെയും നിന്നെ ഒതുക്കാൻ അനുവദിക്കാതെ വന്ന് ക്രിസ്തു ഇറങ്ങി നിനക്ക് വേണ്ടി അത്ഭുതം ഇന്ന് രാത്രി ചെയ്യാൻ പോകുക. കാര്യം അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റവനാകിയ ഇന്ന് രാത്രി അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. സ്തോത്രം പറഞ്ഞേ.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോടെ ഒരു ആമേൻ പറഞ്ഞോണേ. ഇന്ന് രാത്രി ഞാൻ പറയും, വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്തും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളുടെ തലമുറകളുടെ മേലും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെ പോയില്ലേലും എവിടെ പോയാലും ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ചിലരെ സൗഖ്യമാക്കാൻ പോകുക, ചില ശരീരത്തിൻ്റെ അകത്ത് അതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാകാൻ പോകുക. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ചിലത് അഴിയാൻ പോകുക, ചില കെട്ടുകൾ പൊട്ടുന്നു, ചില ബന്ധനങ്ങൾ അഴിയുന്നു. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില മേഖലകളെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പൊളിക്കുക. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ അവർ കേട്ടു, അവർ കണ്ടു. അവർ കേൾക്കുകയും കാണുകയും ചെയ്തത് കൊണ്ട് തന്നെ അവരിൽ നിന്നും ഭൂതങ്ങൾ പുറപ്പെട്ടു പോയി. ഞാൻ പറയാം, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അടയാളങ്ങൾ കാണും. അടയാളങ്ങളും വീര്യപ്രവർത്തികളും കണ്ടു തുടങ്ങും. സ്തോത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, സഭയ്ക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ദിനം പ്രതി വെളിപ്പെടും. അങ്ങനെ ഒരു തലത്തെ ദൈവാത്മാവ് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് തുറക്കാൻ പോകുക. ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കാൻ തയ്യാറാകുന്നു. ലോകങ്ങൾ എത്തി നോക്കുന്ന നിലവാരത്തിൽ, രാജ്യങ്ങൾ എത്തി നോക്കുന്ന നിലവാരത്തിൽ ഇവിടെ നിന്ന് ചില അത്ഭുതങ്ങളുടെ റിസൾട്ടുകൾ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. ഞാൻ ഇന്ന് പകൽക്കാലം അഭിഷേകത്തോടെ പ്രവചിക്കുന്നു, അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ അകത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ദുബായ് മരുഭൂമി പോലത്തെ ചില സ്ഥലങ്ങളിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്നലെ ഞാൻ ദുബായിലുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഭയങ്കര മഴയാണ്. സ്തോത്രം. വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചേക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുത്തുകയാണെങ്കിൽ ദൈവം അത് ചെയ്യും. സ്തോത്രം. പക്ഷേ ആർക്കും ഒരു ദോഷമുണ്ടാകാതെ വേണം ദൈവം കാത്തു പരിപാലിക്കും. സ്തോത്രം. ദൈവം മുന്നമേ വെളിപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാം? നാം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. ഞാൻ പറയാം, ഇനി അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ തന്നെ സ്തോത്രം, ദൈവം അത് വെളിപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ അകത്ത് ദൈവജനത്തെ പ്രൊട്ടക്റ്റും ചെയ്യും. സ്തോത്രം. ഇന്ന് പകൽക്കാലം സഭയെ ചിതറിച്ചത് കർത്താവാണെങ്കിൽ ആ ചിതറിച്ചതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോട് പറയാം, ചിതറിപ്പോയവർ സുവിശേഷം ഘോഷിച്ചു. ഇന്ന് പകൽക്കാലം ഇരുന്ന് ഇരിപ്പിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോയ ചിലതിനെയാണ് കർത്താവ് ചിതറിച്ചത്. എന്താ കാര്യമെന്നറിയാവോ? സ്തോത്രം. ചിതറിപ്പോയെങ്കിലേ സുവിശേഷം വ്യാപരിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, സുവിശേഷം വ്യാപരിക്കേണ്ടതിന് ചില കുടുംബങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ, ചില സുവിശേഷം വ്യാപരിക്കാൻ വേണ്ടിയ ചില ചിതറിച്ച അനുഭവങ്ങൾ ഉണ്ടായത്. ഇന്ന് പകൽക്കാലം ആത്മാവ് പറഞ്ഞു, ഇത് ദൈവത്താൽ സംഭവിച്ചതെങ്കിൽ ദൈവനാമം ഇതിൽ മഹത്വപ്പെടും. സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്നു. ഹല്ലേലൂയ. ചിലത് സംഭവിക്കാൻ പോകുക. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സൗഖ്യമുണ്ടായി. അവിടെ ഭൂതങ്ങൾ വിട്ടുപോയി, പക്ഷാപാതക്കാർ സൗഖ്യമായി. കിടന്ന കിടപ്പിൽ കിടന്നവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവൻ ഞൊണ്ടി നടന്ന മുടന്തന്മാരൊക്കെ സൗഖ്യം പ്രാപിക്കാൻ തയ്യാറായി. ഞാൻ അഭിഷേകത്തോടെ പറയാം, ഇത് സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റേജാണ്. ഹല്ലേലൂയ. ഹീലിംഗ് അനോയിൻറ്റിങ് സുവിശേഷത്തിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. സുവിശേഷം എവിടെ പ്രസംഗിച്ചോ അവിടെയെല്ലാം സൗഖ്യങ്ങൾ നടക്കും. സ്തോത്രം. ഞാനിന്ന് പകൽക്കാലം പറയാം, എത്ര സുവിശേഷം കേട്ടിട്ടും നിങ്ങൾ സൗഖ്യമാകുന്നില്ലെങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ കേട്ട സുവിശേഷത്തിൻ്റെ കുഴപ്പമല്ല, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രക്ഷയ്ക്കായിട്ടുള്ളതാണ് സുവിശേഷം. ഈ സുവിശേഷം വിശ്വസിക്കുന്ന ചിലരുടെ മേൽ സൗഖ്യങ്ങളും വിടുതലുകളും ദൈവാത്മാവ് കൈമാറും. പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അടുത്ത പടിയിലേക്ക് വരുന്നത് സ്തോത്രം, പട്ടണത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്ന പൈശാചിക മേഖലകളെ ഫിലിപ്പോസ് തൊടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. നമുക്കറിയാം, ആ പട്ടണത്തിൻ്റെ അകത്ത്, ശമരിയ പട്ടണത്തിൻ്റെ അകത്ത് ഒറ്റ മനുഷ്യൻ പട്ടണത്തെ മുഴുവനും ഭ്രമിപ്പിക്കുകയാണ്. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം. താൻ ആഭിചാരം ചെയ്തു, താൻ മഹാനെന്ന് പറഞ്ഞു ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ശമരിയ പട്ടണത്തിൻ്റെ അകത്ത് ആഭിചാരം കൊണ്ട്
എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ഒരു വാക്ക് പറയാനോ തനിക്കെതിരെ ഒന്ന് സംസാരിക്കാനോ ആരെ അനുവദിക്കാതെ നോക്കുന്നവനെയും തിരിഞ്ഞു നോക്കുന്നവനെയൊക്കെ തകർത്ത് കളയുന്ന നിലവാരത്തിൽ ആഭിചാരം ചെയ്ത് ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ട് ഒരുവൻ നടക്കുകയാണ്. അവൻ താൻ മഹതി എന്ന ദൈവശക്തിയാണെന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനമെല്ലാം വളരെ നാളുകൾ അവൻ ഈ ആഭിചാരം ചെയ്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അവനെ ശ്രദ്ധിച്ചു കൊണ്ടുവന്നു. അവിടെ ഇങ്ങനെ എഴുതി, ആബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമുള്ളവർ വരെ ഒരുപോലെ അവനെ കണ്ട് പേടിച്ച് വിറച്ചു. സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, നിങ്ങളൊരു ആഭിചാരത്തെയും ഭയപ്പെടണ്ട. സ്തോത്രം. നിങ്ങളൊരു മന്ത്രവാദിയും ഭയപ്പെടണ്ട. നീ അഭിഷേകത്തോടെ കൽപ്പിച്ച ചില മന്ത്രവാദികൾ മുട്ടുമടക്കിയിരിക്കും, ചില ആഭിചാരകന്മാർ മുട്ടുമടക്കിയിരിക്കും, ചില ശുദ്ര പ്രയോഗം ചെയ്യുന്നവർ മുട്ടുമടക്കിയിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോട് പറയുക, നീ ഒരു പഞ്ചായത്തിൽ ചെന്ന് ചില ആഭിചാരകന്മാർ പഞ്ചായത്ത് വിടാൻ പോകുക. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ ആഭിചാരം കൊണ്ട് കെട്ടി ഒതുക്കാൻ നോക്കിയ ചില മേഖലകള് ആത്മാവിന്റെ ശക്തി ഇറങ്ങി പൊളിക്കുക. ഇന്ന് പകൽ നിനക്കെതിരെ ആര് ചെയ്താലോ, ആര് കൊടുത്തു വിട്ടാലോ, ആര് കെട്ടിവിട്ടാലോ ആത്മാവ് ശക്തിയോടെ പറയുന്നു, അഴിക്കുന്ന ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ചിലത് അഴിയട്ടെ. ആത്മാവിലൊന്ന് നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങിക്ക്, ആത്മാവിലൊന്ന് കരമടിച്ച് സ്തുതിച്ചു തുടങ്ങിക്ക്. ചില ആഭിചാര ബന്ധനങ്ങൾ, ചില മത്സരങ്ങളുടെ അനുഭവങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ പോകുക. ഉടബല ധനചന റിബലക ധുനബല ജനദിമ ലബരക ധുനബല ജനഗര അർത്ഥന രാമന ശബ്ദന റീബല ശഗസി അന്തന ഋഗസി അന്തന. ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു ദൈവശക്തി ആലയത്തിൻ്റെ അകത്ത് ചലിക്കുകയാണല്ലോ. ചില കുടുംബങ്ങളെ ചൊടുകയാണല്ലോ. ചില കുടുംബങ്ങളുടെ മേൽ ശക്തി ചലിക്കുകയാണല്ലോ. ചില തലമുറകളുടെ മേൽ വിടുതൽ നടക്കുകയാണല്ലോ. നിന്റെ ശുശ്രൂഷകളുടെ മേൽ ഇതുവരെ കയറി വരാത്ത ചില കാലഘട്ടങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും മാറ്റമില്ലാതെ ഒരേ ലെവലിൽ പോകുന്നു. സാമ്പത്തികമായി പ്രതിസന്ധികൾ, കുടുംബത്തിൻ്റെ അകത്ത് കലക്കങ്ങൾ, വലക്ക്, ഇങ്ങനെ തുടങ്ങിയ അനുഭവങ്ങളിട്ട് നിന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ പൈശാചിക ആഭിചാരങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് വെട്ടുകയാ. ഒരു ദൈവശക്തി ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ ആ കരം ചേർത്തടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നടക്കുക. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ, കേട്ട് അഴിയട്ടെ. അഭിഷേകം ചലിക്കുന്നല്ലോ, ശക്തി വെളിപ്പെടുന്നല്ലോ, സാന്നിധ്യം ചലിക്കുന്നല്ലോ, കെട്ടുകൾ അഴിയുന്നല്ലോ. നിനക്കെതിരെ, നിന്റെ ഭർത്താവിനെതിരെ, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, വാക്തത്വങ്ങൾക്കെതിരെ വെല്ലുവിളികൾ നടത്തിയ നിന്റെ തലമുറ രക്ഷപ്പെടുന്ന ഞാനൊന്ന് കാണണം. നിന്റെ കുടുംബമായിട്ട് നീ ഒന്ന് ജീവിക്കുന്നത് കാണണം. നീ സ്വന്തമായിട്ടൊരു രക്ഷപ്പെടുന്നത് ഞാനൊന്ന് കാണണം. നീ ഒരു നല്ല ജോലിക്ക് കയറുന്ന കാണണം. നീ ഇവിടെ നിൽക്കുന്നതൊന്ന് കാണണം. നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ വെല്ലുവിളികൾ നോക്കി ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിനക്കെതിരായി ഒരായുധം ഫലിക്കത്തില്ല, നിനക്കെതിരായി ഒരായുധം ഫലിക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷം തട്ടാതെ വന്ന് നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇന്ന് രാത്രിക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ആ കെട്ടുകൾ അഴിയുകയോ. ലഗച്ചന ലഗേച്ചന ലഗേച്ചന ലഗാസിയാന്തന ലബൗഷിയൽബ രഗസിയാന്തന അടമലഗദന ചനഗലബര ഗദന ജനര അടമല ധിനിശകത്വീന ശബന ധുനമി നഗത രമനഗ ഡഗജന രമന. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കുക, ഒരു വിടുതൽ നടക്കുക, ഒരു വിടുതൽ നടക്കുക. ഞാനിത് പറയുമ്പോൾ ശ്വാസം മുട്ടൽ പോലത്തെ ചില അനുഭവങ്ങൾ സൗഖ്യമാകുന്നു. ശരീരത്തിൻ്റെ അകത്ത്, നെഞ്ചിൻ്റെ അകത്ത് എന്തോ കുത്തിക്കൊണ്ടതുപോലെ ഇരിക്കുന്ന അനുഭവങ്ങൾ സൗഖ്യമാകുന്നു. തലയ്ക്കകത്ത് വാളുകൊണ്ട് കുത്തുന്നത് പോലെ, കത്തി കൊണ്ട് കുത്തുന്നത് പോലെ വേദന അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ അഴിയപ്പെടുകയാണ്. കാലിൻ്റെ അകത്ത് ചുട്ടു പഴുക്കുന്നത് പോലെ അനുഭവം. വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ സ്വസ്ഥതയില്ല, വലിയ ചൂടുള്ള അന്തരീക്ഷം പോലെ ഭയങ്കര ഉഷ്ണങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് രാത്രി ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അഭിഷേകത്തോട് പറയുന്നു, ഏതൊക്കെയോ ആ വിചാരങ്ങൾ നിങ്ങൾക്കെതിരെ വെളിപ്പെടുക
നിൽക്കുകയാണ്, ഏതൊക്കെ പൈശാചിക മേഖല നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുകയാണ്, ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, അതിനെ പൊളിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ മേലുണ്ട്. അതിനെ പൊളിക്കുന്ന, അതിനെ തകർക്കുന്ന ദൈവശക്തി നിങ്ങളുടെ മേലുണ്ട്. ഇന്ന് രാത്രി ഒരു ദൈവശക്തി ചലിക്കട്ടെ. Ada laga chana laga theni chana raga siyandana udabala thena chana rimala daga thena jembela ribala shamdala ribala adama thagana jagana raga siyandana kettugal azhigunu businessinte mel kettiya chala kettugal ദൈവാത്മാവ് അഴിക്കുക. ഹലോ, അവൻ എത്ര ശ്രമിച്ചിട്ടും ബിസിനസ്സിനകത്ത് ലാഭം ഉണ്ടാകുന്നില്ല. അവൻ കൊടുക്കുന്ന പൈസകളെല്ലാം നഷ്ടമായി പോകുക. കൂടെ നിൽക്കുന്നവർ വഞ്ചിച്ചിട്ട് പോകുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുക, നിനക്കെതിരെ ശത്രു എഴുതി വെച്ചിരിക്കുന്ന ചില തീയമ്പുകള്, ദുഷ്ടൻ എഴുതി വിട്ട ചില തീയമ്പുകള് ആത്മാവ് അഴിക്കാൻ പോകുക. ഒരു ശക്തി ചലിക്കുന്നു. ജനത്തെ ഭ്രമിപ്പിച്ച, കുടുംബങ്ങളെ ഭ്രമിപ്പിച്ച, ആബാലവൃദ്ധം ജനത്തെ ഭ്രമിപ്പിച്ച ചില ആഭിചാര കെട്ടുകളെ ഇന്ന് രാത്രി ആത്മാവ് അഴിയട്ടെ. ഇത് പറയുമ്പോൾ പൊട്ടുക, അവൻ കെട്ടുകൾ പൊട്ടുക. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ആ വീടിനോട് ബന്ധപ്പെട്ട കെട്ടുകളെ ദൈവാത്മാവ് അഴിക്കുക. 3.5 ആഴ്ച കഴിയുമ്പോൾ നിന്റെ വീടിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി നടക്കും. ആത്മാവ് പറയുന്നു, കെട്ടിവച്ചിരിക്കുന്ന ചില കെട്ടുകളെ ദൈവാത്മാവ് അഴിക്കുക. ആ മണ്ണിനോട് ബന്ധപ്പെട്ട് വ്യാപരിച്ചു നിൽക്കുന്ന പോരുകളെ ദൈവാത്മാവ് വെട്ടുകയാണ്. അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം, അതിൻ്റെ അകത്ത് സ്ഥിരതാമസമാകാതെ, അതിൻ്റെ അകത്തൊരു നന്മ ഉണ്ടാകാതെ, അത് അന്യാധീനപ്പെട്ടു പോകാൻ പിശാച് കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കെതിരെ, കുടുംബത്തിനെതിരെ ചെയ്തു വെച്ചിരിക്കുന്ന ചില കെട്ടുകൾ ദൈവാത്മാവ് ഇന്ന് രാത്രി വെട്ടുകയാണ്. ഒരു ശക്തി ഇപ്പോൾ ചലിക്കുക. ചില കെട്ടുകൾ അഴിയണേ. തൊടുന്നു. അഭിഷേകത്തോടെ അതിനെ ഒന്ന് റിസീവ് ചെയ്ത്, അഭിഷേകത്തോടെ ഒന്ന് റിസീവ് ചെയ്ത് ഇന്ന് രാത്രി വിടുതൽ നടക്കുക. കെട്ടഴിയട്ടെ. ദൈവശക്തി ചലിക്കട്ടെ. രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അഭിഷേകത്തോട് പറയാം, നിങ്ങളുടെ മേലൊരു അസാധാരണ അഭിഷേകമുണ്ട്. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ കാല് കുത്തുമ്പോൾ ചില കെട്ടുകൾ അഴിയും. സ്തോത്രം. നിങ്ങൾ അഭിഷേകത്തോടെ സ്തോത്രം പറയുമ്പോൾ ദൈവപ്രവൃത്തി നടക്കും. ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ചില അലർജി രോഗങ്ങളെ സൗഖ്യമാക്കിയാണല്ലോ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അങ്ങനെ ചില സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഭിഷേകത്തോട് പറയാം, അലർജി സംബന്ധമായി നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില മേഖലകളെ ദൈവാത്മാവ് അഴിക്കുക. സ്തോത്രം. ആബാലവൃദ്ധൻ ജനത്തെ, ശീമോൻ എന്നു പേരുള്ള യാഭിചാരകൻ, അവൻ ഭ്രമിപ്പിച്ചു പോന്നു. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞു ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. സ്തോത്രം. ഞാൻ പറയാം, ഒരു പട്ടണം മുഴുവനും ഒരു ആഭിചാരകനെ ശ്രദ്ധിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി പറയാം, പട്ടണം യേശുവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആഭിചാരങ്ങളെയോ മന്ത്രവാദങ്ങളെയോ അന്യ ആരാധന ബന്ധനങ്ങളെയോ അല്ല പട്ടണം ശ്രദ്ധിക്കേണ്ടത്. പട്ടണം ശ്രദ്ധിക്കേണ്ടത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ്, സത്യ സുവിശേഷത്തെയാണ്, നിത്യ ദൈവ വചനത്തെയാണ്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുക, ജനമെല്ലാം യേശുവിനെ ശ്രദ്ധിക്കട്ടെ. ഓ ശാഖാസിയാന്തന. ഞാനിത് പറയുമ്പോൾ യേശു യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കയറുകയാണ്. സ്നാനമേറ്റ് കയറിയ ഉടനെ യേശു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറയാം, അവൻ സ്നാനപ്പെടാൻ വേണ്ടി തയ്യാറായി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമേ കർത്താവ് ചെയ്ത കാര്യം പ്രാർത്ഥനയായിരുന്നു. സ്തോത്രം. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ഭാവി എല്ലാം തുടങ്ങുന്നത് പ്രാർത്ഥനയോടെ ആയിരിക്കും.
ആയിരിക്കണം. ഒരു നല്ല ജോലിയാകട്ടെ, നല്ല മേഖലകളാകട്ടെ, നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നത് തന്നെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. സ്തോത്രം. യേശു യോർദാനിൽ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് യോർദാനിൽ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. ഞാൻ പറയാം, സ്നാനമേക്കുന്നത് സകല നീതിയും നിവർത്തിയാകേണ്ടത് നമുക്ക് ഉചിതം തന്നെ എന്ന് പറഞ്ഞു യോഹന്നാനെ നിർബന്ധത്താൽ സ്നാനപ്പെടുത്തുവാൻ അവൻ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ മനസ്സോടെ പേടിച്ചു വിറച്ചു യേശുവിനെ സ്നാനപ്പെടുത്തുകയാണ്. യേശുവിനെ സ്നാനപ്പെടുത്തി കയറുന്ന ഉടനെ യോഹന്നാനും അവൻ ചേർന്ന് നിൽക്കുന്ന ജനവും കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. യോഹന്നാൻ പേടിച്ചു വിറച്ചുകൊണ്ട് സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുമ്പോൾ സ്വർഗം അങ്ങ് തുറക്കുകയാണ്. സ്വർഗം അങ്ങ് തുറന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇറങ്ങുകയാണ്. അവൻ 30-ാം വയസ്സിൽ അവൻ യോർദാൻ നദിക്കകത്ത് പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുകയാണ്. അവൻ പിതാവാൻ ദൈവം വിളിച്ചു പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കുക. അപ്പൊ ആരുടെ വാക്കിന് ശ്രദ്ധ കൊടുക്കുന്നത്? യേശുവിന്റെ വാക്കിന്. യേശുവിനെ ശ്രദ്ധിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, നീ എപ്പോഴാ വീണുപോയത്? നീ എപ്പോഴാ താണുപോയത്? എപ്പോഴാ നിന്റെ ബിസിനസ് പരാജയപ്പെട്ടത്? എപ്പോഴാ നിന്റെ കുടുംബം തകർന്നു പോയത്? എപ്പോഴാ നിന്റെ ജീവിതത്തിന്റെ അകത്ത് തകർച്ചകൾ ഉണ്ടായത്? എപ്പോഴാ നിന്റെ ചർച്ചിന്റെ അകത്ത് ആളുകൾ വിട്ടുപോയത്? നീ യേശുവിനെ നോക്കാത്തത് കൊണ്ട് ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയാ, നീ യേശുവിനെ നോക്ക്. അവൻ യേശുവിനെ ശ്രദ്ധിക്ക്. ഇന്ന് രാത്രി അവനെ ഒന്ന് ശ്രദ്ധിക്ക്. ഇന്ന് രാത്രി യേശുവിനെ ശ്രദ്ധിക്കുന്ന ചിലരുണ്ട്. യേശുവിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ചിലരുണ്ട്. അവന്റെ വചനത്തെ ശ്രദ്ധിച്ചറിയുന്ന ചിലരുണ്ട്. അവരെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുക, പട്ടണം നിന്നെ ശ്രദ്ധിക്കാൻ പോകുക. പട്ടണം നിന്നെ ശ്രദ്ധിക്കാൻ പോകുക. നീ യേശുവിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിന്നെ ലോകം ശ്രദ്ധിക്കൂ. ലോകം നിന്നെ ശ്രദ്ധിക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ലോകം നിന്നെ ശ്രദ്ധിക്കാൻ പോകുക. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പട്ടണം യേശുവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്തോത്രം പറഞ്ഞേ. അപ്പോ യേശുവിനെ ശ്രദ്ധിക്കേണ്ട പട്ടണം വർഷങ്ങളായി, മാസങ്ങളായി, ആമേൻ, നൂറ്റാണ്ടുകളായി, അല്ലെങ്കിൽ ഒരുപാട് വർഷമായി, ഏകദേശം 10-50 വയസ്സുള്ള ശിവനാണെന്ന് വെച്ചോ. സ്തോത്രം. അവൻ്റെ ചെറുപ്പത്തിൽ ഈ പരിപാടിയൊക്കെ പഠിച്ച് അവൻ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 10-30 വർഷമായി എന്ന് വെച്ചോ. സ്തോത്രം. ഈ 30 വർഷമായിട്ട് ആബാലവൃദ്ധം ജനം അവൻ യേശുവിനെ ശ്രദ്ധിക്കേണ്ട ജനം ഇപ്പോൾ മന്ത്രവാദിയെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയാം, അവൻ ദൈവവചനത്തെ ശ്രദ്ധിക്കേണ്ട ചിലത് പിശാചിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി യേശു വിളിക്കുകയാണ്, കർത്താവിന് വേണ്ടി ചിലരുടെ ഹൃദയം ഒരുങ്ങപ്പെടട്ടെ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നത്, ചിലരെ ദൈവാത്മാവ് മാടി വിളിക്കുകയാണ്. ചില വീടിൻ്റെ അകത്ത് ചില അത്ഭുതങ്ങൾ നടക്കുകയാണല്ലോ. ഇന്ന് രാത്രി അവൻ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയിട്ട് ചിലരെ വിളിച്ചു കയറ്റാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവം ചിലർക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. ആമേ. വേഗത്തിൽ ഞാൻ പറഞ്ഞ് മുമ്പിലോട്ട് പോകാമല്ലോ. സ്തോത്രം. ആമേ. ശ്രദ്ധിച്ചു വന്നോ. ആമേ. ഇവൻ ആ വിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. സ്തോത്രം. കണ്ടോ? ആ വിചാരം കൊണ്ട് അവരെ ഭ്രമിപ്പിച്ചു, പേടിപ്പിച്ചു കളഞ്ഞു. ആമേ. അവർക്ക് ഭീതി ഉണ്ടായിട്ട് അവർ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞേ. നമ്മളെ ഭയപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയമുണ്ടാകും. സ്തോത്രം പറഞ്ഞേ. ആമേ. തലയിലൊരു കുരു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് ചെറിയൊരു പരുവായിരുന്നു. സ്തോത്രം. നമ്മൾ അവത്തേലൊന്ന് ശ്രദ്ധിച്ചു. 2 ദിവസം കഴിഞ്ഞും അതിൻ്റെ അകത്തൊരു ചെറിയ വേദന. സ്തോത്രം. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം ആമേ നമ്മളൊന്ന് യൂട്യൂബിൽ ശ്രദ്ധിക്കും. യൂട്യൂബിൻ്റെ അകത്ത് അതൊരു ക്യാൻസറിൻ്റെ ലക്ഷണമാണ്, ട്യൂമറിൻ്റെ ലക്ഷണമാണ്. ഈ ഒറ്റ കാര്യം കേട്ടു. പിന്നെ ഇതാ ശ്രദ്ധിക്കുക. സ്തോത്രം. പിന്നെ രാത്രിയിലും പകലും ഇരുന്ന് സെർച്ച് ചെയ്യുക, ഇതെങ്ങനെ മാറും, ഇതെന്ത് ക്യാൻസർ ആയിരിക്കും, ഇതെന്ത്. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, നമ്മെ നീ ഒരു രോഗത്തെ ശ്രദ്ധിക്കില്ല, നീ യേശുവിനെ ശ്രദ്ധിക്കുക. സ്തോത്രം. നിന്റെ ശരീരത്തിന് ബലഹീനതയല്ല നീ ശ്രദ്ധിക്കേണ്ടത്, കർത്താവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. നീ രോഗത്തെയല്ല ശ്രദ്ധിക്കേണ്ടത്, നീ യേശുവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. നീ കനഭാരത്തെയല്ല ശ്രദ്ധിക്കേണ്ടത്, നീ യേശുവിനെ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, നീ യേശുവിനെ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ അഭിഷേകം നിന്നിലേക്ക് ഒഴുകും, അവന്റെ ശക്തി നിന്നിലേക്ക് ഒഴുകും, അവന്റെ പരിശുദ്ധാത്മാവിന്റെ
അവന്റെ നിയോഗം നിന്നിലേക്ക് ഒഴുകോ. അവന്റെ ശക്തി നിന്റെ മേൽ പകരുമ്പോ അവൻ നിന്റെ ശരീരത്തിന്റെ അകത്തുനിന്ന് ചില രോഗാത്മാവ് വിട്ടുമാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയങ്കര അഭിഷേകം ചലിക്കാൻ പോകുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ പാസ്റ്ററെ പ്രാർത്ഥിക്കണം, നടുവേദനയാ. സ്തോത്രം. ഞാൻ പറഞ്ഞു, മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. സ്തോത്രം. അമ്മേ എന്നാൽ ഇന്ന് തൊട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ, നടുവേദന മാറും. സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കും ഇതുപോലെ നടുവേദന വന്നു. സ്തോത്രം. അമ്മേ ഹല്ലേലൂയ. ഞാൻ 2-3 ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മേ 2-3 ദിവസം കഴിഞ്ഞപ്പം അമ്മേ എൻ്റെ നടുവേദന അമ്മേ വിട്ടുപോയി. സ്തോത്രം. ഞാൻ അഭിഷേകത്തോടെ പറയാം, നമ്മുടെ ബലഹീനതകളെയൊക്കെ പൊട്ടിക്കുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഭ്രമിപ്പിച്ചു പോകുന്ന ആ വിചാരകനെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്നും തകർച്ചകളും നിരാശകളും ദുഃഖങ്ങളും മരണത്തിൻ്റെ അനുഭവങ്ങളുമായിരുന്നു. എന്നാൽ ഫിലിപ്പോസ് അവിടെ വന്നിട്ട് അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോട് പറയാം, 1 കിങ്ഡം ഓഫ് ഗോഡ്, 2 യേശുവിൻ്റെ നാമം. ഈ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം നാം അറിയിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ നാമത്തിലുള്ള സുവിശേഷം, ഈ 2 സുവിശേഷം ഇത് 2 ഒന്ന് തന്നെയാണ്. സ്തോത്രം. 2 വാക്ക് അവിടെ പറയുന്നതേ ഉള്ളൂ. 2 ഒന്ന് തന്നെയാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം തന്നെയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. സ്തോത്രം. അപ്പോൾ ഈ സുവിശേഷം ജനം കേൾക്കുമ്പോൾ എന്തു ചെയ്തു? അവർ ഫിലിപ്പോസിനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, നിങ്ങളോട് ആര് സുവിശേഷം അറിയിച്ചോ അവരെ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകും, വിടുതൽ നടക്കും. സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ എന്തു ചെയ്തു? അവർ സ്നാനമേൽക്കാൻ തയ്യാറായി. സ്തോത്രം. ഇന്നലെയും ഞാനൊരു സഹോദരിയോട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സ്നാനപ്പെടാൻ സാഹചര്യങ്ങളില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്കൊരിക്കലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടല്ല, നമ്മൾ സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. സ്തോത്രം പറഞ്ഞേ. സ്നാനപ്പെടാൻ നമുക്ക് അവസരം കിട്ടിയത് കൊണ്ട് സ്നാനപ്പെട്ടതല്ല, നമ്മൾ ഉണ്ടാക്കിയതാണ്. സ്തോത്രം. പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പിടിച്ച് മുക്കിയതാണ്. സ്തോത്രം അല്ലേ? അല്ലാതെ ആരെങ്കിലും സ്നാനപ്പെടാൻ വേണ്ടി തയ്യാറാണെങ്കിൽ ഞാൻ മുക്കാമെന്ന് പറഞ്ഞിട്ടാണോ? അല്ല. സ്തോത്രം. എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോഴാണ് സ്നാനത്തിന് വഴികളുണ്ടായത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങൾ സ്നാനമേറ്റ് കർത്താവിനോട് ചേരണം. സ്തോത്രം. സ്നാനമേൽക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. സ്തോത്രം. ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതല്ല സ്നാനം, മറിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ അവൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ, ക്രിസ്തുവിനോട് കൂട്ടായ്മയ്ക്കകത്താണ്. 1 തിരുമേശയാണ് കർത്താവിനോടുള്ള കൂട്ടായ്മ, 2 സ്നാനമാണ് അവനോട് കൂട്ടായ്മ. ഈ 2 കാര്യങ്ങളാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ. സ്തോത്രം. ഈ 2 കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കുന്നവരാണെങ്കിൽ, ഈ പ്രമാണം നിങ്ങൾ അനുസരിക്കുന്നവരാണെങ്കിൽ, ഞാൻ അഭിഷേകത്തോട് പറയാ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. അവിടെ പറയുന്നു, വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു, ശീമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റു. ഞാൻ അഭിഷേകത്തോട് പറയാ, സ്നാനമേറ്റു ശീമോൻ. എന്താ കാര്യം? അവനും വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ ആ വിചാരം കൊണ്ട് ജനത്തെ ഭ്രമിപ്പിച്ചവന്റെ ആ വിചാരത്തിൻ്റെ ശക്തി സുവിശേഷത്തിൻ്റെ മുമ്പിൽ ക്ഷയിച്ചു പോയി. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാ, നീ ഏത് ആ വിചാരത്തെ തൊട്ടാലും നിനക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, ആരൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആയിരിക്കാൻ ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവാത്മാവ് കൈമാറിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ചില മരണത്തിന്റെ കെട്ടുകൾ, ചില വീട് വിട്ടഴിയുക യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നാളുകളായി രോഗങ്ങളും രോഗക്കെടുതികളും നിരാശകളും ശരീരത്തിന്റെ അവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില ദുഷ്ടാത്മ പോരുകളെ ഇന്ന് രാത്രി ആത്മാവ് അറസ്റ്റ് ചെയ്യുക. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഒരു ദൈവശക്തി വെളിപ്പെടുകയാ. അവർ സ്നാനമേറ്റു. അടുത്ത വാക്ക്
അവർ ഫിലിപ്പോസിനോട് ചേർന്നു. സ്തോത്രം. അപ്പോൾ ഇത്രയും നാള് ശീമോനോട് ചേർന്ന് നിന്നവർ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നപ്പോൾ ഫിലിപ്പോസിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ നടന്നിരിക്കുക എന്ന് പറഞ്ഞ ഒരു പട്ടണം മുഴുവനും ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്നു. ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ശീമോന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. സ്തോത്രം. ഞാൻ അഭിഷേകത്തോട് പറയാം, ശീമോൻ ഒറ്റപ്പെട്ടു പോയി. സ്തോത്രം. വിശ്വസിക്കാതെ ഗത്യന്തരമില്ലാതെ താൻ വന്നു, യേശുവിനെ വിശ്വസിച്ചു. യേശുവിന്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളെന്ന് താൻ വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. താൻ സ്നാനം ഏറ്റു നിൽക്കുവാൻ തയ്യാറായി. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, ഏത് ആവിചാരകന്മാരെ സുവിശേഷകനാക്കുന്നവനാണ് കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ വചനം. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, എത്ര അനുഭവങ്ങൾ എത്ര ആളുകള് എത്ര സാഹചര്യങ്ങൾക്കകത്തുന്നു യേശുവിന്റെ നാമം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, എന്നോട് സുവിശേഷം പറഞ്ഞ ഇവിടുത്തെ നാട്ടുകാരനായിരിക്കുന്ന കൊച്ചമ്മാച്ചനോ സഹോദരന്മാരോ ഒന്നുമല്ല. സ്തോത്ര. ഒരു മുസ്ലിം സഹോദരിയാണ് ഞങ്ങളോട് സുവിശേഷം പറഞ്ഞത്. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് യേശുവിനെ കണ്ടെത്തുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് തീഷ്ണതയോടെ നിന്ന ഒരു സഹോദരി കൊണ്ട്. സ്തോത്ര. ആ സഹോദരി കർത്താവിന് വേണ്ടി നിന്നു. എല്ലാം ഇറങ്ങി തിരിച്ചതാ. സ്തോത്ര. കുടുംബം പ്രതികൂലം, ദേശം പ്രതികൂലം, നാട്ടുകാർ പ്രതികൂലം, പക്ഷെ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഇന്ന് തലമുറകൾ രാജ്യങ്ങളിലാ. സ്തോത്ര. കുടുംബങ്ങൾ രാജ്യങ്ങളിലാ. ഞാൻ അഭിഷേകത്തോടെ പറയാ, നീ കർത്താവിന് വേണ്ടി നിന്ന് കർത്താവ് നിന്നെ മാനിച്ചിരിക്കുക. ഇന്ന് രാത്രി മതം നോക്കാതെ, സംഹിതകൾ നോക്കാതെ, തത്വസംഹിതകൾ നോക്കാതെ, മതത്തിന്റെ നേതാക്കന്മാരോ അനുഷ്ഠാനങ്ങളോ നോക്കാതെ യേശുവിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, വീരപ്രവൃത്തികളെ ദൈവാത്മാവ് ചെയ്യുകയോ. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നപ്പോൾ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വീര്യപ്രവൃത്തികൾ വെളിപ്പെടാൻ തയ്യാറായി. സ്വന്തം. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾ ഒന്നിച്ച് നിന്ന് നമുക്കിവിടെ ഈ ദേശത്ത് ഭയങ്കര ദൈവപ്രവൃത്തികൾ ചെയ്യാം. സ്തോത്ര. ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ മതി. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ദൈവപ്രവൃത്തികൾ നടക്കും. സ്തോത്ര. ഞാൻ വിശ്വസിക്കുന്നു സഭയ്ക്കകത്ത് ക്രിയേറ്റീവ് മിറക്കിൾസുകളൊക്കെ നടക്കട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. അവയവങ്ങളൊക്കെ ഇല്ലാത്തത് ഉണ്ടായി വരും. സ്തോത്ര. ഞാൻ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കോ, അടുത്ത വർഷങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ അത് നമ്മുടെ സഭയ്ക്കകത്ത് നടക്കും. സ്തോത്ര. പുതിയ അവയവങ്ങളൊക്കെ ദൈവം ചിലർക്ക് വെച്ചു പിടിപ്പിക്കും. സ്തോത്ര. ഇന്ന് പകൽക്കാലം ഇതൊരു പ്രോഫറ്റിക്കൽ ഹീലിംഗ് സ്കൂളായി മാറും, ഡെലിവറൻസ് സ്കൂളായി മാറും. അനേകർ വന്ന് സൗഖ്യം ലഭിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹീലിംഗ് സ്കൂളായി ഇത് മാറും. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഏത് രോഗികൾ ഇറങ്ങിയാലും അവനെ സൗഖ്യമാക്കുന്ന ബെഥെസ്ദ കുളം പോലെ ഇന്ന് രാത്രി ആത്മാവ് ഈ സഭയെ മാറ്റാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തോടെ പറയുന്നു, ഇതിനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ബെഥെസ്ദയാക്കി മാറ്റും. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. ഏത് വ്യാധി പിടിച്ചവൻ ആദ്യമേ ഇറങ്ങിയാലും സൗഖ്യ. സ്തോത്രം. ഇതാ ബെഥെസ്ദയുടെ പ്രത്യേകത. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. യോഹന്നാൻ 5. സ്തോത്രം. അത് നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വർഷങ്ങൾ പിടിച്ച രോഗികളെ സൗഖ്യ. സ്തോത്രം പറഞ്ഞേ. എത്ര വർഷമായിട്ട് രോഗമായിട്ട് ഭാരപ്പെടുന്നവരാണേലും ദൈവം സൗഖ്യമാക്കും. ലാസ്റ്റ് വാക്ക് ഞാൻ ഇങ്ങനെ പറയുന്നു. സ്തോത്രം. കേട്ടോ, വലിയ വീര്യപ്രവൃത്തികൾ, അടയാളങ്ങളും നടക്കുന്നത് കണ്ടു ഭ്രമിച്ചു. ആര്? ശീമോൻ ഭ്രമിച്ചു പോയി. സ്തോത്രം പറഞ്ഞേ. ശീമോൻ ഇത്രയും നാളും ദേശക്കാരെ ഭ്രമിപ്പിച്ചു കൊണ്ടിരുന്ന ഇപ്പോൾ ശീമോൻ ഭ്രമിച്ചു പോയി. എന്താ കാര്യം? ദൈവം തൻ്റെ മഹത്വം കൊണ്ട് വീര്യപ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന കാണുമ്പോൾ ലോകക്കാർ ഭ്രമിച്ചു പോകുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള വീര്യപ്രവൃത്തികളെ സഭയ്ക്കകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. അങ്ങനെ ഒരു ശുശ്രൂഷ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. അങ്ങനെ ഒരു വീര്യപ്രവൃത്തിയുടെ അഭിഷേകം. സ്തോത്രം. നിങ്ങൾ കൈ തൊട്ടാൽ അപ്പോൾ അത് നടക്കണം. സ്തോത്രം. അങ്ങനെ ഒരു അഭിഷേകം ദൈവാത്മാവ് പകരാൻ വേണ്ടി പോകുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും ദൈവ സാന്നിധ്യത്തിൽ അടച്ചാട്ടെ. ഒരു